ഹായ്. അപ്പോൾ നമ്മുടെ തയ്യൽ ക്ലാസ്സിൻ്റെ 4-ാം ദിവസത്തിലേക്ക് കടക്കാം. അപ്പോൾ ഇത് ഒരു പെറ്റിക്കോട്ട്. അപ്പോൾ ഞാനന്ന് പറഞ്ഞിരുന്നില്ലേ പെറ്റിക്കോട്ട് എങ്ങനെയാണ് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യണമെന്ന് കാണിച്ചു തരാമെന്ന് പറഞ്ഞിരുന്നില്ലേ. അപ്പോൾ അത് നമുക്കിപ്പോൾ നോക്കാം. അപ്പോൾ ഞാനിതിപ്പോൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടി പെട്ടെന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തൊരു പെറ്റിക്കോട്ടാണ്. അപ്പോൾ ഈ പെറ്റിക്കോട്ട് നമ്മൾ 4ആയിട്ട് മടക്കിയിട്ടുള്ള തുണിയിൽ കത്രികയാണ്. കത്രിക പെരുവിരൽ ആദ്യം ഒരു ചെറിയ ഹോളിലും ബാക്കിയുള്ള 3 വിരൽ വലിയ ഹോളിലിടാം കേട്ടോ. എന്നിട്ട് ഈ അളവ് പെറ്റിക്കോട്ട് നമ്മൾ 2ആയിട്ട് മടക്കണം. അളവ് പെറ്റിക്കോട്ട് 2ആയിട്ട് മടക്കിയിട്ട് ഈ നമ്മൾ സ്റ്റിച്ച് ചെയ്യാനുള്ളത് എളുപ്പത്തിന് കട്ട് ചെയ്യാനാണ് ഞാൻ പഠിപ്പിച്ചു തരുന്നത്. അല്ലാതെ ടേപ്പ് എടുത്തിട്ട് അളവ് എടുത്തിട്ടല്ല. ഇതിപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ഒരെണ്ണം കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യണമെങ്കിൽ എങ്ങനെയാണെന്ന് കാണിച്ചു തരുന്നത്. അളവെടുത്തിട്ട് ഞാൻ വേറെ പഠിപ്പിച്ചു തരാം. ഇതിപ്പോൾ ഒരു പെറ്റിക്കോട്ട് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഇതേ അളവിൽ ഒരെണ്ണം ഇങ്ങനെ തയ്ക്കാമെന്നാണ്. ഇത് വലുതാവാം ചെറുതാവാം. അപ്പോൾ ഇപ്പോൾ ഈ 4ആയിട്ട് മടക്കിയ തുണിയിൽ ഇങ്ങനെ വെക്കാം. ടേപ്പ് എടുത്തിട്ട് അടിയിൽ നിന്ന് 1 ഇഞ്ച് മുകളിലേക്ക് എടുത്തിട്ട് മാർക്ക് ചെയ്യാം. അത് ഈ അറ്റത്തും അങ്ങനെ മാർക്ക് ചെയ്യാം. ഇനി സ്കെയിൽ വെച്ചിട്ട് നേരെ വരച്ചിടാം. ഈ 1 ഇഞ്ച് മാർക്ക് ചെയ്തത് വരച്ചിടാം. എന്നിട്ട് ഈ മാർക്ക് ചെയ്തതിൻ്റെ മേലെ ഈ പെറ്റിക്കോട്ട് ഇങ്ങനെ വയ്ക്കാം. അതിൻ്റെ മേലെ വയ്ക്കാം. 4ആയിട്ട് മടക്കിയ പെറ്റിക്കോട്ട് അതിൻ്റെ മേലെ വയ്ക്കാം. ചുളുക്കൊക്കെ മാറ്റി ചുളിയാത്ത ഇങ്ങനെ കൈ കൊണ്ട് കാണിച്ചിട്ട് ഇങ്ങനെ വയ്ക്കാം. എന്നിട്ട് മുകളിൽ ഇതിൻ്റെ മേലെ നെക്കിൻ്റെ ഭാഗം, ഇത് ബാക്ക് നെക്കാണ് വരിക. ആ നെക്കിൻ്റെ ഭാഗം മാർക്ക് ചെയ്യാം. എന്നിട്ട് ഏറ്റവും മുകളിൽ ഇതുപോലെ ഒരു വര കൊടുക്കാം. 1/2 ഇഞ്ച് മേലേക്ക് എടുത്തിട്ടാണ് വരയ്ക്കുക. കണ്ടോ? ഇങ്ങനെ വെക്കണം. ആ മേലെ വരച്ച വരയിൽ നമ്മളിങ്ങനെ വെച്ചിട്ട് 1/2 ഇഞ്ച് കണ്ടോ, 1/2 ഇഞ്ച് നമ്മൾ ഷോൾഡർ മടക്കി അടിക്കാനുള്ളതാണത്. 1/2 ഇഞ്ച് ഇങ്ങോട്ട് വിട്ടിട്ട് ഈ ആകൃതിയിൽ തന്നെ 1/2 ഇഞ്ച് ഇങ്ങോട്ട് വിട്ടിട്ട് ഇങ്ങനെ വളയ്ക്കാം. എന്നിട്ട് നമ്മുടെ വണ്ണത്തിൻ്റെ അവിടെ നിന്ന് 1 ഇഞ്ച് വിട്ടെടുത്തിട്ട് അടിയിലേക്ക് അതുപോലെ തന്നെ വരയ്ക്കാം. നെക്കും ഇത് ബാക്ക് നെക്കാണ് കേട്ടോ. നെക്കും ഇങ്ങനെ. അപ്പോൾ ഈ രീതിയിൽ വരും. കണ്ടോ? ഇത്ര. അതിനുശേഷം കത്രിക എടുത്തിട്ട് നേരത്തെ പറഞ്ഞ പോലെ പെരുവിരലും ബാക്കിയുള്ള 3 വിരലും ഇങ്ങനെ വെച്ചിട്ട് ഒന്നിച്ചെടുത്തിട്ട് ഇതിങ്ങനെ കട്ട് ചെയ്യാം. കത്രിക ഈ കഴുത്തൊക്കെ കട്ട് ചെയ്യുമ്പോൾ കത്രിക ഞാൻ വിടാതെ ഒറ്റ രീതിയിൽ വളച്ച് കട്ട് ചെയ്യണം. ആദ്യം നമുക്കതൊന്നും പറ്റില്ല. എന്നാലും പതുക്കെ ശരിയാവും. വളവൊക്കെ വരുമ്പോൾ ഈ വളവൊക്കെ മടക്കി തയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അന്ന് സ്ക്വയറും സർക്കിളൊക്കെ വരച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പറഞ്ഞില്ലേ. അത് ഇങ്ങനെ കട്ട് ചെയ്യാം. കണ്ടോ? അപ്പോൾ കട്ട് ചെയ്ത് ഇപ്പോൾ ഈ അളവ് പെറ്റിക്കോട്ടിൻ്റെ ഫ്രണ്ട് കഴുത്ത് കണ്ടില്ലേ, 2 ഇഞ്ച് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിലൊരു ഭാഗം എടുത്ത് 2 ഇഞ്ച് അങ്ങനെ എടുത്തിട്ട് ഈ കഴുത്തിൻ്റെ ആ വിത്തിൻ്റെ നേരെ ഇങ്ങനെ സ്ക്വയർ കൊടുക്കുക. കോർണറിൽ നിന്ന് ഒരു 1/2 ഇഞ്ച് ഇങ്ങോട്ട് എടുത്തിട്ട് അങ്ങനെ വളച്ച് അങ്ങനെ എടുത്തിട്ട് ഫ്രണ്ട് കഴുത്ത് വെട്ടി മാറ്റി വയ്ക്കാം. നിങ്ങളിതുപോലെ ഒന്ന് ചെയ്ത് നോക്കണം. ഒരു പെറ്റിക്കോട്ട് കുട്ടികളുടെ ആയാലും ഇപ്പോൾ നല്ല തുണിയായാലും കുഴപ്പമില്ല. നമുക്ക് നോക്കാമല്ലോ തയ്ച്ച്. കഴുത്ത് ഇങ്ങനെ കത്രിക വിടാതെ വളവ് ഇങ്ങനെ എടുത്തിട്ട് കട്ട് ചെയ്യാം. കണ്ടോ? ഇപ്പോൾ ഇങ്ങനെയാവും നമ്മുടെ പെറ്റിക്കോട്ട്. ഇനി അടുത്ത ക്ലാസ്സിൽ ഇത് സ്റ്റിച്ച് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.